ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുകുന്ദൻ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ ആ ഒരു കിറ്റും അവിടെ നിന്നും എടുത്തെറിയുമ്പോൾ, അതായത് മഹിമ ഓർഡർ ചെയ്ത തൈലത്തിൻ്റെ കുപ്പി ബോംബാണെന്ന് കരുതിയിട്ട് അബിയുടെ വാക്കുകൾ കേട്ട് അത് എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ടല്ലോ. ഇതേ സമയം ഫോൺ വീണ്ടും അബിയുടെ വരികയാണ്. എടാ, നീ എന്താ വിചാരിച്ചത്? എന്നെക്കുറിച്ച് എന്താ നീ കരുതിയിരിക്കുന്നത്? അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, ആണാണെങ്കിൽ നീ പുറത്തോട്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ ആണല്ല എന്ന് കൂട്ടിക്കോ, എനിക്ക് നിൻ്റെ അടുത്തോട്ട് വരാൻ എനിക്ക് പേടിയുണ്ട്, നന്നായി അടിക്കും, അതുകൊണ്ട് ഒളിഞ്ഞു മറിഞ്ഞുള്ള കളികളാണ് എൻ്റെ കളി എന്നൊക്കെ ഇങ്ങനെ മുകുന്ദനോട് അഭി തിരിച്ചു പറഞ്ഞ് ചിരിച്ചും കൊണ്ട് ഫോൺ കെട്ടിയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സ്വപ്നയാണ്. സ്വപ്ന സഞ്ജയ്ക്ക് വീണ്ടും വീണ്ടും വിളിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് ഇവനെ കാണാനില്ലല്ലോ എന്ന ഭാവത്തിൽ വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ തൻ്റെ അരികത്തോട്ട് ഫോൺ അടിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഷാനിയായിരിക്കും. ഷാനിയെ കണ്ടോടെ തന്നെ സ്വപ്ന ചോദിക്കണേ, എന്താടി നിൻ്റെ കൈകൾ സഞ്ജുവിൻ്റെ ഫോൺ എന്ന് ചോദിക്കാനായിട്ടോ. ആഹാ, നീ ഇപ്പോൾ സഞ്ജു എന്നായോ? സഞ്ജു ഏട്ടൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്, ഇപ്പം തന്നെ നിൻ്റെ വിളികൾക്കൊരു മാറ്റം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സ്വപ്നക്ക് അങ്ങ് ദേഷ്യം പിടിച്ച്, നീ എന്നോട് കളിക്കണ്ട എന്നിങ്ങനെ പറയാനായിട്ടോ. ഉടൻ തന്നെ, നീ എന്താടി വിചാരിച്ചത്? നീ എൻ്റെ ഏട്ടനെ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിൽ സുഖമായി ജീവിക്കാൻ എന്ന് കരുതിയോ? എന്നാൽ നീ എൻ്റെ ഏട്ടന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷയാണ് നീ കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, എന്ത് ശിക്ഷ? അല്ല, നീ എൻ്റെ ഏട്ടൻ നഗ്നമായി കിടക്കുന്ന ആ ഒരു ഫോട്ടോ എടുത്തിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തില്ലേ, അത് നീ ചെയ്ത ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ്. അതെനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ അവനും ശത്രു തന്നെയാണ്, പക്ഷെ നീ അത് ചെയ്തില്ല, എനിക്ക് സന്തോഷവുമുണ്ട്. പക്ഷെ നിന്നെപ്പോലെ ഒരുത്തിയെ അവന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു ശിക്ഷ, അവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. പക്ഷേ ഞാനത് ചെയ്യില്ല. കാരണം എന്താണെന്നറിയോ? നിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ ആ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഗിരി ജയിക്കും. അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ, അതിന് നിൻ്റെ ആ ഒരു ഇത് എനിക്ക് വേണ്ട. ഞാൻ സഞ്ജുവിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കുക തന്നെ ചെയ്യും. പിന്നെ എനിക്ക് ഒരിക്കലും നിന്നെപ്പോലെ ആവാൻ കഴിയില്ല. കാരണം നീ പ്രണയിച്ച ആളെ വേറൊരുത്തൻ കെട്ടുന്നത് കണ്ടു നിന്നവളാണ് നീ. അതിൻ്റെ നിരാശ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. അത് എനിക്കും അറിയാം. ആ നിരാശയൊന്നും ഞാൻ കണ്ടു നിൽക്കില്ല. ഞാൻ സഞ്ജുവിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രണയിച്ച പുരുഷനെ സ്വന്തമാക്കാനും എനിക്കറിയാം. നിന്നെക്കൊണ്ട് അതിന് കഴിഞ്ഞില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. നീ നിൻ്റെ ഗിരിയേട്ടന് വിവാഹം കഴിച്ചതിന് ശേഷം ഗിരിയേട്ടൻ്റെ പിറകെ നടക്കുകയും പിന്നീട് വീണ്ടും വീണ്ടും നീ ഗിരിയേട്ടൻ്റെ പിറകെ കല്യാണം കഴിഞ്ഞിട്ടും നീ നടന്നിട്ടും നീ വടിയാത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതുപോലെ അല്ലടി ഞാൻ സഞ്ജുവിനെ സ്വന്തമാക്കാൻ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഏത് വഴിയും ഏത് മുഖേന ഞാൻ സ്വന്തമാക്കിയിരിക്കും. പിന്നെ നിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും, എൻ്റെ അച്ഛൻ എനിക്ക് നല്ല കണക്കിന് തന്നില്ലേ? നിൻ്റെ അച്ഛൻ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് കരുതി ഒരിക്കലും ഈ സ്വപ്നം പിന്മാറില്ല. പിന്നെ നിൻ്റെ അച്ഛന് തിരിച്ചൊന്ന് കൊടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അങ്ങേര് ഇപ്പോഴും എൻ്റെ അമ്മൂസനാവും എന്ന പ്രതീക്ഷ കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാലിൻ്റെ മുട്ട് മടക്കി അങ്ങയുടെ നാവി കിട്ടുന്ന 4 കുത്തങ്ങ് കുത്തി അതോടുകൂടി തീരും. പിന്നെ ഒന്നും വേണ്ട. എൻ്റെ ഗിരിയേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിൻ്റെ അച്ഛന് എത്രമാത്രം പേടിയാണ് ഗിരിയേട്ടനെ നീ ഒന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നിൻ്റെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക്. ഞങ്ങൾ പാവങ്ങൾ ഓച്ചാനിച്ച് നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്നുണ്ടെന്ന് കരുതി ഞങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് തോന്നരുത്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൻ്റെ മുന്നിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ വ്യക്തമായ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് നീ ഒന്ന് മനസ്സിലാക്കിക്കോ. കുറച്ച് കഴിഞ്ഞാൽ ആരായാലും തിരിച്ചു കടിക്കും. അത്ര തന്നെ. എൻ്റെ ഗിരിയേട്ടനെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനുണ്ടാവുന്ന ഭവിഷ്യത്ത് നിൻ്റെ അച്ഛൻ തന്നെ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. എൻ്റെ ഗിരിയേട്ടൻ ആരാണെന്നും നിൻ്റെ അച്ഛൻ എന്നെ ഇങ്ങനെ കാണിച്ചു, എന്നെ ഉപദ്രവിച്ചു എന്ന് ഗിരിയേട്ടനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്നത് എന്തായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ പണവും പ്രതാപവും ഒക്കെ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഈ പാവപ്പെട്ടവർ ഓച്ചാനിച്ച് നിൽക്കുന്നിടത്തോളം മാത്രം അത് അവർ നിങ്ങൾക്ക് മുന്നിൽ വിരൽ ചൂണ്ടിയാൽ അതില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വപ്നയുടെ മുന്നിൽ ഷാനി ആകെ കൊച്ചായി പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ മുകുന്ദൻ ഇങ്ങനെ പേടിച്ച് പറിച്ച് നിൽക്കുന്ന സമയത്ത് മുകുന്ദൻ്റെ അടുത്തോട്ട് മഹിമ വരികയാണ്. അപ്പോൾ ഇതിന് എന്താ വക്കീലെ പ്രശ്നം? വക്കീൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയാം. എന്തെങ്കിലും പ്രശ്നം എന്നോട് ഇപ്പോൾ പറയാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴോ, ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു ഗുണ്ടയുടെ കേസ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, ആ വേവലാതിയിൽ ആ ടെൻഷനിലും ഞാനാണ് എന്ന് പറഞ്ഞു പറഞ്ഞതിന്, എൻ്റെ വക്കീലെ ആ ഗുണ്ടയുടെ കേസ് ഏറ്റെടുത്തെന്ന് കരുതി വക്കീൽ എന്താ പേടിക്കുന്നത്? അല്ല, അയാളെ കേസ് ഏറ്റെടുക്കുകയും പിന്നീട് എനിക്ക് ഭീഷണിയുടെ സ്വരങ്ങളാണ്. അതുകൊണ്ടാണ് ഭീഷണിയുടെ സ്വരങ്ങൾ എന്ന് പറയുമ്പോൾ ഒളിഞ്ഞു നിന്ന് ആർക്കും ഭീഷണിപ്പെടുത്താം, പക്ഷെ അടുത്ത് നിന്ന് വിജയിക്കുന്നവനാണ് യഥാർത്ഥ പോരാളി. അപ്പോൾ അതുകൊണ്ട് അവൻ ഭീരുവാണ്, പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നു കേട്ടോ. അത് കേൾക്കുന്ന മുകുന്ദന് വലിയ ആശ്വാസമാവാണ്. പിന്നീടാണെങ്കിലും മഹിമ മുകുന്ദൻ്റെ
അവൻ്റെ തോളിൽ അങ്ങ് കയറി കിടക്കുകയാണ്. പിന്നീട് തൻ്റെ കണ്ണിങ്ങനെ പതുക്കെ ചായച്ച് തുടങ്ങുന്ന സമയത്ത് വീണ്ടും ഫോണടി കേൾക്കണം കേട്ടോ. ഹബിയുടെ ഫോണാണെന്ന് കാണുമ്പോൾ ഉടനെ തന്നെ വക്കീലിൻ്റെ മുഖമൊക്കെ ആകെ മാറി പറയാണ്. അപ്പോഴേക്കും മഹിമയെ നോക്കുന്നുണ്ട്. അങ്ങനെ മഹിമയോട് പറയണം, മഹിമ നീ ഒരു ഗ്ലാസ് കാപ്പി എനിക്ക് കൊണ്ടുവരും. എന്തിനാ വക്കീൽ, ഇപ്പം തന്നെ വേണോ? ഞാനൊന്ന് കിടന്നതേ ഉള്ളൂ, അത് വേണ്ട, ഇനി ഇപ്പം തന്നെ കൊണ്ടുപോകാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോകണ്ടിട്ട് എൻ്റെ വക്കീലെ ഫോൺ കുറേ നേരമായി അടിക്കുന്ന നിങ്ങളത് എടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എടുക്കണമെന്ന് പറയണ്ട. അങ്ങനെ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അഭിയായിരിക്കും. അപ്പോൾ എന്താണ് നീ ഇപ്പോൾ റൊമാൻസ് മോഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ എടാ നീ എന്താടാ, പേടിക്കണ്ട, ഞാൻ അവിടെ ഇല്ലെങ്കിലും എൻ്റെ കണ്ണുകൾ അവിടെയുണ്ട്. അത് കേൾക്കുന്ന വക്കീലിനൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഉടൻ തന്നെ മുകുന്ദനോട് പറയാണ്, അതെ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു പാവ, ആ പാവയുടെ ഉള്ളിൽ എൻ്റെ കണ്ണുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ 4 ചുമരുകളും ഇതുപോലെ ക്യാമറകൾ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും മുകുന്ദൻ പേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ക്യാമറ അതിനുള്ളിൽ വലിച്ചിടുമ്പോൾ ഉടൻ തന്നെ എൻ്റെ വക്കീലെ ഇതുപോലത്തെ ഒരുപാട് കണ്ണുകളാണ് എൻ്റെ അവിടെയുള്ളത്. നിങ്ങൾ റൊമാൻസിലാവുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ചിരിക്കുന്നു, കളിക്കുന്നു, ഇതൊക്കെ എനിക്കറിയാൻ കഴിയും. ഉടൻ തന്നെ വക്കീൽ അങ്ങ് ദേഷ്യം പിടിക്കേടാ, നീ ഇങ്ങനെ ഓരോന്ന് ചെയ്യാതെ എൻ്റെ മുന്നിലോട്ടാണ് വാടാ. അത് ഞാൻ പറഞ്ഞല്ലോ എനിക്കതിനുള്ള ധൈര്യമില്ല എന്ന്. കാരണം വക്കീലിൻ്റെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കും എന്ന് നന്നായി അറിയാമെന്ന് പറഞ്ഞിട്ടോ. ഇതേ സമയം മഹിമ വരുന്നു. മഹിമ എന്ത് ചെയ്യുന്നു, വക്കീലിൻ്റെ കയ്യിൽ കാപ്പി കൊടുക്കുകയാണ്. എന്നിട്ട് പറയണേ, കാപ്പി പാലില്ല, അതുകൊണ്ട് പാലില്ലാത്ത കട്ടൻ കാപ്പിയാണ് ഇട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ വക്കീലിൻ്റെ സമാധാനമൊക്കെ പോയിരിക്കുന്നു കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മനസ്സമാധാനമില്ലാതിരിക്കുമ്പോൾ തന്നെ ഫോണ് വീണ്ടും റിങ് ചെയ്യുകയാണ്. അതോട് കൂടിയിട്ട് വീണ്ടും ഫോൺ എടുത്തോടെ തന്നെ എന്താടാ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ഈ പറഞ്ഞത് കേട്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ എൻ്റെ കണ്ണുകളുണ്ടെന്ന് അത് ഓർക്കുന്നത് നല്ലതാണെന്ന് പറയട്ടോ. പിന്നീട് സ്വപ്നയാണ് കാണിക്കുന്നത്. സ്വപ്ന വീണ്ടും ചിന്തിക്കുകയാണ്, ഈശ്വര ഇയാളെ സ്വന്തമാക്കാൻ എന്താണ് ഇപ്പോൾ വഴി? സഞ്ജുവിനെ സ്വന്തമാക്കാൻ ഒരു വഴിയില്ല, എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗിരിയും അനുമയും വരുന്നത്. എടി നീ ഇപ്പോൾ സഞ്ജുവിനെ സ്വന്തമാക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്, എന്നാൽ നിൻ്റെ ജീവിതം ഇപ്പോൾ പച്ച പിടിക്കാൻ ചെയ്താൽ നീ ആലോചിച്ചാൽ നന്ദി എന്ന് ഗിരി പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് ദേഷ്യത്തോടു കൂടി എൻ്റെ ജീവിതം എന്താണെന്ന് ഞാൻ ആലോചിച്ചോളാം എന്നുള്ള ആ അഹങ്കാര ഭാവത്തോടു കൂടി അങ്ങ് ഗിരിയുടെ മുന്നിൽ അങ്ങ് എണീറ്റ് നിൽക്കുമ്പോൾ ഭാനുമ പറയണേ, അവൾക്ക് അതൊന്നല്ല, അവൾക്ക് ഇപ്പോഴും സഞ്ജുവിനെ സ്വന്തമാക്കാനുള്ളതാണ്. ഗോപാൽജി എന്നോട് പറഞ്ഞില്ലടി നിൻ്റെ വീട്ടിലെ നീ അയാളുടെ വീട്ടിലെ മരുമകളാകുന്നത് അയാൾക്ക് ഇഷ്ടമല്ലെന്ന്. ഗിരിയേട്ടൻ മനസ്സ് വെച്ചാൽ എനിക്ക് ആ വീട്ടിലെ മരുമകളാകാൻ കഴിയുമെന്ന് പറയട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണ്, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ ഗിരി പറയണേ, ഗോപാൽജിക്ക് ഇഷ്ടമില്ലാത്ത ആ വീട്ടിലോട്ട് നീ പോകണ്ട, ഞാനൊരിക്കലും മനസ്സ് വെക്കില്ല. കാരണം എനിക്കും ഇഷ്ടമല്ല നീ ആ വീട്ടിലോട്ട് പോകാതിരിക്കുന്നത്. കാരണം നീ ആ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം പിന്നെ പറയാനില്ല. അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു മരുമകളായി നീ അവിടെ കയറണ്ട. പിന്നെ ഇപ്പോൾ നിൻ്റെ ജീവിതം പച്ച പിടിക്കുകയാണ് ചെയ്തത്, നീ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം. അവൻ്റെ വീട്ടിലോട്ട് നീ പോവാത്തത് കൊണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുമ്പോൾ ഇവിടെ കാണാം മഞ്ജു ഇങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് ഓടി വരുന്നതായിട്ട്. അത് കാണാൻ ഭാനുവതിയമ്മ ചോദിക്കണേ, എന്താടി മോളെ നീ കാണിക്കുന്നത്, എന്തിനാണ് നീ ഇങ്ങനെ ഓടി വരുന്നത്? അതെ അമ്മയെ എനിക്ക് നന്നായി വിശക്കുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ 2 ആളാണെന്ന് ചിന്തിക്കണം. ഒരാൾക്കുള്ള ഭക്ഷണം കഴിച്ചാൽ പോരാ, 2 ആൾക്കുള്ള ഭക്ഷണം കഴിക്കണം. എന്തായാലും എൻ്റെ മോള് വാ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അത് ഗിരിക്ക് ഒരുപാട് സന്തോഷമാവണം. അങ്ങനെ ഗിരി പറയണേ, എന്തൊരു സ്നേഹമുള്ള അമ്മായിമ്മ, പണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ 2 ആളും കീരിയും പാമ്പും പോലെയായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ എന്നിങ്ങനെ പറയുമ്പോൾ ശരി തന്നെ, ഇവളോട് എനിക്ക് ശത്രുതയുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അനന്തപരാവകാശി ജനിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് അമ്മയും എത്ര വെറുപ്പും വിദ്വേഷവും ഉണ്ടെങ്കിലും അതൊക്കെ മറന്ന് അവരെ സ്നേഹിക്കുമെന്നൊക്കെ അങ്ങനെ പറയട്ടെ. അപ്പോൾ ഗിരി പറയണത് വെറുതെയല്ല, ആളുകൾ ഒളിച്ചോടിപ്പോയാലും പിന്നീട് ആ ബന്ധം സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മക്കളെ തിരിച്ച് വിളിക്കുന്നതൊക്കെ ഇങ്ങനെ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്. അനന്തരാവകാശി വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതച്ഛനും അവിടെ മുട്ടുകുത്തും, പിന്നീട് ഒന്നും നോക്കില്ല, എല്ലാം വെറുപ്പും വിദ്വേഷവും മറന്ന് ആ പെണ്ണിനെ സ്നേഹിക്കാൻ നോക്കത്തുള്ളൂ, ആ ചെറുക്കനെ സ്നേഹിക്കാൻ നോക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഭാനുവതിയമ്മ പറഞ്ഞിട്ട് മുളക് വന്നേ ഞാൻ ഭക്ഷണം എടുത്ത് തരാം, ഈ അമ്മ വിളമ്പിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവിനെ കൊണ്ടുപോകുമ്പോൾ ഉടൻ തന്നെ അവിടെ സ്വപ്ന ഇങ്ങനെ ചിന്തിക്കാൻ നിൽക്കുമ്പോൾ ഗിരി പറയണേ, നിൻ്റെ ചിന്ത ഇനി കളയണ്ട, നീ ഇനി ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കോ സഞ്ജയെ സ്വന്തമാക്കാൻ എന്നും പറഞ്ഞ് കളിയാക്കിയും കൊണ്ട് ഗിരി അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ സ്വപ്ന
ചിന്തിക്കുന്നുണ്ട്, ഈശ്വര എൻ്റെ വീട്ടുകാരുമായി എനിക്ക് ആദ്യമായി ഒരു ഉപകാരമുണ്ടായി എന്ന് പറയാനായിട്ടോ. അങ്ങനെ സ്വപ്നം ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലും മുകുന്ദനെയാണ് കാണിക്കുന്നത്. തൻ്റെ ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ടുണ്ടോ എന്നറിയാൻ മുകുന്ദൻ ഓരോ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ അതിലൊന്നും കാണുന്നില്ല. പിന്നീട് ക്ലോക്ക് എടുത്ത് നോക്കുമ്പോഴാണ് മഹിമ ആ വഴി വരുന്നത്. അപ്പോൾ മഹിമ പറയണേ, എന്താ വക്കീൽ എന്താ നോക്കുന്നത്, ക്ലോക്ക് ഓടുന്നില്ല, ഇതിന് ഓട്ടം കുറച്ച് കുറവാണ് എന്ന് പരിങ്ങി കൊണ്ട് പറയണേ. എന്നാ വക്കീലെ നമുക്ക് കിടക്കല്ലേ, കിടക്കാമെന്ന് പറയട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കിടക്കാൻ ഒരുങ്ങുമ്പോൾ മഹിമ എന്ത് ചെയ്യുന്നു, മുകുന്ദൻ്റെ നെഞ്ചത്തോട്ട് അങ്ങ് ചായാൻ ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന പോലെ അങ്ങ് ഞെട്ടി ഉണരുകയാണ്. കാരണം ക്യാമറയുണ്ടോ എന്ന പേടിയാണ് വക്കീലിനുള്ളിൽ. അപ്പോൾ ഉടൻ തന്നെ എന്താ വക്കീലെ പറ്റിയത്, അത് നാളെ കോടതിയിലോട്ട് പോകേണ്ട ഒരു ഫയൽ തയ്യാറാക്കാനുണ്ട്, അത് ഞാൻ മറന്നുപോയി, ഞാനൊന്ന് ശരിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പോകുമ്പോൾ മഹിമയുടെ കണ്ണ് നിറഞ്ഞു പോകാനായിട്ട് തന്നെ മനഃപൂർവ്വം ഇങ്ങനെ വക്കീൽ ഒഴിവാക്കുകയാണെന്നുള്ള സത്യം മഹിമ മനസ്സിലാക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ മഞ്ജുവിനെ ഗിരിയുടെ വീടാണ് കാണിക്കുന്നത്. ഗിരിയുടെ വീട്ടിൽ മഞ്ജുവിന് ഇങ്ങനെ ഭാനുമതിയമ്മ ഭക്ഷണമൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗിരിയും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിരി പറയുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അമ്മ, മരുമകളുടെ ഇതിനനുസരിച്ച് നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു, എൻ്റെ അമ്മ പറയാതിരിക്കാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ ഭാനുമതിയമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കഴിക്കുന്നുണ്ട്. ആ സമയമാണ് സ്വപ്നം താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ, എന്താടി നീ നോക്കി നിൽക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക എന്ന് പറഞ്ഞ ഉടൻ തന്നെ സ്വപ്നം പറയണേ, ഞാൻ ഗർഭിണിയാണെന്ന് സത്യം പറയണേ കേട്ടോ. എന്ത്, ഞാൻ ഗർഭിണിയാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്ന ആ സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.